ലക്ഷദ്വീപിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദ്വീപിലേക്ക് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദ്വീപിലേക്കുള്ള സീസൺ ടൈം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂഷ്വലി ഒക്ടോബർ മുതൽ മിഡ് മെയ് വരെയാണ്. പക്ഷെ ഇപ്പം സെപ്റ്റംബർ മുതൽ തന്നെ സീസൺ എല്ലാം ചാലു ആയിട്ടുണ്ട്. അപ്പൊ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം? നമ്പർ 1 PCC, നമ്പർ 2 പെർമിറ്റ്. PCCക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ സെന്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വൺസ് PCC നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് നിങ്ങൾക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. യൂഷ്വലി ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലോക്കൽ സ്പോൺസർ വേണം, അവർ ത്രൂ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം. രണ്ടാമത്തേതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ ഏജൻസിയോ ട്രാവൽ കമ്പനീസ് ത്രൂ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും. വൺസ് PCC റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ഏജന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ എടുത്തോ നിങ്ങൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യുക. അവർ നിങ്ങൾ പെർമിറ്റിന്റെ കാര്യങ്ങൾ പ്രോസസ് ചെയ്തോളൂ. ലക്ഷദ്വീപ് എക്സ്പീരിയൻസ് ചെയ്യാൻ എത്ര ദിവസം വേണം, എന്നാൽ അവിടെ പോയ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്? ലക്ഷദ്വീപ് എന്നത് ഒരുപാട് ചെറിയ ഐലൻഡുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അതെല്ലാം കവറപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ടൈം വേണം. പക്ഷെ ആസ് എ ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള ഒരു ഐലൻഡ് ആണ് അഗത്തിയിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സൈറ്റ് സീൻ ആയിട്ട് നിങ്ങൾക്ക് കൽപ്പട്ടി ഐലൻഡ്, ബംഗാരം, തിന്നക്കര ഒക്കെ കവറപ്പ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 night 4 day തന്നെ ധാരാളം. ഈ 3 night 4 day നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ട്രാവൽ ഏജന്റ് ത്രൂ ആണെങ്കിലും ഇനി ലോക്കൽ സ്പോൺസർ ത്രൂ ആണെങ്കിലും നിങ്ങൾ അഗത്തി ഐലൻഡിൽ എത്തിക്കാൻ